പക്ഷേ നിമിഷപ്രിയയുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. ഒരു നിരവധി പ്രവാസികൾ നമ്മുടെ പല രാജ്യങ്ങളിലായിട്ട്, ഇപ്പോൾ ഗൾഫ് ആയാലും ശരി യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ട് അവിടെയൊക്കെ ഉണ്ട്. പലരും അവിടുത്തെ പല നിയമപ്രശ്നങ്ങളിലും പെട്ട് അകപ്പെടുന്നു. ചിലർ കാലാകാലങ്ങളായിട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു. ചിലർ അവിടെ ശിക്ഷയ്ക്ക് വിധേയമായിട്ട് അവിടെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചില വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചില പ്രമുഖ വ്യവസായികൾ ഇടപെടുന്നു, അവർക്ക് ധനസഹായം കൊടുക്കുന്നു, അവർ ചിലപ്പോൾ അതിൽ നിന്ന് മോചിതരായി തിരിച്ചെത്തുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ചിലരെ മാത്രം ആശ്രയിച്ച് നടപ്പാക്കേണ്ടതാണോ ഇത്തരം കാര്യങ്ങൾ? നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഔദ്യോഗിക തലത്തിൽ തന്നെ ഇത് നമുക്കിപ്പോൾ നോർക്ക പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഏറിയ പങ്കും ഈ പ്രവാസികൾ അവിടെ ചെന്ന് പെടുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടോ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയോ കൊണ്ടാണ്. അപ്പോൾ കൃത്യമായ ഒരു ബോധവൽക്കരണം നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ അത്തരത്തിൽ അവിടെ നിയമക്കുരുക്കിൽ പെടുന്നവരെ സഹായിക്കാനായിട്ട് നമുക്ക് ഔദ്യോഗിക തലത്തിൽ എന്തെങ്കിലും സംവിധാനം വേണ്ട ഇതിൻ്റെ കാലം അതിക്രമിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ പോയി വലിയ ദുരന്തങ്ങളിൽ അപകടത്തിൽ ചാടുമ്പോൾ അവരുടെ മരണമുഖത്ത് വെച്ചാണ് നമ്മൾ ഇത്തരം ആലോചനകൾ നടത്തുക. കോഴിക്കോട്ടെ ഫറോക്കിലെ കോടമ്പുഴയിലെ അബ്ദുറഹീമിൻ്റെ കേസ് വലിയ വിവാദം വരുത്തിയതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ 43 കോടി എങ്ങാണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആളുകളുടെ അപാരമായ ഔദാര്യം കൊണ്ട് ഒരുപാട് കാശ്, അതിൽ കൂടുതലും കാശ് കിട്ടി. ബാക്കി പൈസ ഇപ്പോൾ അക്കൗണ്ടിലുണ്ട്, വേണമെങ്കിൽ നിമിഷപ്രിയക്ക് കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അവനിപ്പോഴും ജയിലിലാണ്. അതെ, നൂലാമാലകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നിമിഷപ്രിയയുടെ കാര്യം നമുക്കിപ്പോൾ ദുരൂഹമാണ്. നിമിഷപ്രിയയുടെ കാര്യം കേൾക്കുന്ന വാർത്തകളൊന്നും വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ വാർത്തകളുടെ വൈവിധ്യവും വൈരുദ്ധ്യവും കാണുന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സൗദി അറേബ്യയിൽ വളരെ സൂക്ഷ്മമായി യാത്ര ചെയ്തതിൻ്റെ 10 കൊല്ലത്തെ അനുഭവമുണ്ട്. ഞാനത് വെച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രേമൻ ചോദിച്ചത്. ഒന്ന്, നമ്മൾ നാട്ടിൽ നിന്ന് ആരാണ് പ്രവാസിയാവുന്നത്? പ്രവാസിയാവുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അന്തസ്സായി അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ് നാട് വിട്ടു പോകുന്നത്. അതെ, അത് തന്നെയാണ് അടിസ്ഥാന കാരണം. അങ്ങനെയാണെങ്കിൽ അവർ ആട്ടിയോടിക്കപ്പെടുന്നവരാണ്, ഒരർത്ഥത്തിൽ പരോക്ഷമായി ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. മാറി മാറി ഈ നാട് ഭരിക്കുന്ന എല്ലാ ഭരണകൂടങ്ങൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമത്തെ കാര്യം, പോയിട്ട് അവന്റെ കുടുംബത്തെ മാത്രമല്ല പോറ്റുന്നത്, അവൻ നാടിനെയും പോറ്റുന്നുണ്ട്. പ്രവാസികളുടെ പണം കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം, അതുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, ഈ വലിയ ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നതൊക്കെ അതുകൊണ്ട്. ആത്യന്തികമായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ് അവർ ചെയ്യുന്നത്. ഈ 2 കാരണം കൊണ്ടും കൂടിയ പരിഗണന ആവശ്യമുണ്ട് അവർക്ക്. പക്ഷെ അവരോട് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവൻ എങ്ങോട്ട് പോകുന്നു, പോകുന്ന രാജ്യത്തിൻ്റെ നിയമം എന്താണ്, അതിൻ്റെ പരിമിതി എന്താണ്, അത് എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ്, എന്തുമാത്രം പ്രാകൃതമാണ് അവിടുത്തെ നിയമങ്ങൾ, അതിനെക്കുറിച്ച് ഇവന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പല രാജ്യങ്ങളും ഇപ്പോൾ സൗദി അറേബ്യയുടെ നിയമങ്ങൾ ഇപ്പോൾ ഇതാണ് ഈ പല്ലിന് പല്ല് ശരീഅത്ത് നിയമം. ആ ശരീഅത്ത് നിയമമാണ്. ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് പരിചയമുള്ളൊരു സാധനമല്ല. അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ ശരീഅത്ത് വളരെ വളരെ പരിമിതമായ തോതിലെങ്കിലും ശരീഅത്ത് മനസ്സിലാക്കിയ മുസ്ലിങ്ങളുമല്ല, മഹാഭൂരിപക്ഷം എല്ലാ ഇന്ത്യക്കാരും പോകുന്നുണ്ട്. അവർ ജീവിച്ചാൽ ഒരു കറൻസി ഡിഫറൻസ് കൊണ്ട് കുറെ കൂടി മാന്യമായി ജീവിക്കാം എന്നുള്ളതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പരിമിതിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ രാജ്യത്തെ നിയമം, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ ലേബർ ഫോഴ്സിനെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർ നമ്മുടെ ഹ്യൂമൻ പവറാണ്. നമ്മുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ആ മക്കളോട് ബോധ്യം ഉണ്ടാകണം, മക്കളെ പോകുന്നത് പ്രാകൃതമായൊരു വ്യവസ്ഥയുള്ള രാജ്യത്തേക്കാണ്. ഇപ്പോൾ പ്രേമന ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. സൗദി അറേബ്യയിൽ മെയ്ഡ്സായിട്ട് ഹൗസ് മെയ്ഡ്സായിട്ട് പോകുന്ന ആളുകൾ വലിയ തോതിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരോട് സംസാരിച്ചിട്ടല്ല, ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ചോദിച്ചു എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ ദുരിതം അനുഭവിക്കാൻ ഇങ്ങോട്ട് പോരുന്നത്? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ചോദിച്ചു, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇന്ന് കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ 1 മണിക്കൂറിന് 200 രൂപയെങ്കിലും ഹൗസ് മെയ്ഡിന് കിട്ടും. 5 വീട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം പോകാം. ടൗണിൽ എവിടെയെങ്കിലും ഒരു 10 പേര് ചേർന്ന് ഒരു വാടക വീടെടുത്ത് താമസിച്ചാൽ, നിങ്ങൾ കുടുംബശ്രീയോ എന്ത് പേരിലെങ്കിലും താമസിച്ചാൽ അന്തസ്സായിട്ട് നാട്ടിൽ ജീവിച്ചൂടെ? അപ്പോൾ ഇവരുടെ ദുരഭിമാനമാണ്, സാറേ ഞങ്ങൾ വിദേശത്തേക്ക് എന്ന് പറഞ്ഞ് പോകുന്നതാണ്, ഇനിയിപ്പോൾ നാട്ടിൽ വീട്ടുവേല എന്ന് പറഞ്ഞാൽ അറബിക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാം, സ്വന്തം നാട്ടിൽ ചെയ്തുകൂടാ. ഇതിൻ്റെ ഒരു ദുരഭിമാന പ്രശ്നം. അപ്പുറത്ത് ഞാൻ പല അന്തസ്സുള്ള അറബികളോടും നല്ല വിദ്യാഭ്യാസമുള്ള സുഹൃത്തുക്കളായ അറബികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പല ബാങ്ക് എംപ്ലോയീസിൻ്റെ സുഹൃത്തുക്കൾ. അവർ പറയുന്നത്, മാഷേ എന്നോട് അന്ന് പറഞ്ഞാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ, നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു വേലക്കാരിയോട്, ഇപ്പോൾ ഞാനോ നീയോ നമ്മുടെ വീട്ടിൽ വേലക്കാരിയോട് മോശമായി പെരുമാറിയാൽ ആദ്യം കലാപം കൂട്ടുകാരാണ്, നമ്മുടെ ഭാര്യമാരാണ്, അല്ലേ? അവിടെ ആ ഇഷ്യൂ ഇല്ല.
ഇവർ പരമ്പരാഗതമായി അടിമത്തം സ്വീകരിച്ചു വന്നവരാണ്, നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആളുകൾ ആധുനിക സമൂഹത്തിൽ വലിയ തോതിൽ പാലിക്കുന്നില്ല. എങ്കിലും ഖദ്ദാമ എന്ന് പറഞ്ഞാൽ വേലക്കാരി എന്ന് പറയുന്ന അവർക്ക് അടിമയാണ്. ഈ അടിമ സ്ത്രീയോട് യഥേഷ്ട ലൈംഗിക ബന്ധമാകാമായിരുന്നു. അവിടുത്തെ നിയമം എന്തായിരുന്നു? പ്രാകൃതമായ നിയമമാണ്. ഒരുപാട് അടിമകളുണ്ടാവും ഒരു കുടുംബത്തിൽ. അവിടുത്തെ യജമാനന്മാർക്കും പിള്ളേർക്കും ഒക്കെ, ആൺകുട്ടികൾക്കൊക്കെ ആരോടും ലൈംഗിക ബന്ധം ഏർപ്പെടാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൾ പ്രഗ്നൻ്റ് ആയാൽ അവളെ മോചിപ്പിച്ച് പറഞ്ഞയക്കണം. എന്ന് വെച്ചാൽ അവൾ സ്വതന്ത്രയാവും, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഉദാരം എന്ന് നമുക്ക് തോന്നാവുന്ന ഏറ്റവും എന്താണ് പറയുക, വളരെ വളരെ ഈ മനുഷ്യവിരുദ്ധമായൊരു നിയമം നിലനിന്നൊരു നാട്. അപ്പോൾ അവരുടെ മുമ്പിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് ഒരു ഖദ്ദാമ വന്നാൽ, ഒരു സെർവൻറ്റ് വന്നാൽ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? അത് നമ്മുടെ സ്വത്താണെന്നാ, നമ്മുടെ പ്രോപ്പർട്ടി ആണെന്നാ. അതുകൊണ്ട് അവിടുത്തെ ആ വീട്ടിലെ പെണ്ണുങ്ങൾ പോലും ചോദ്യം ചെയ്യൂല. സ്വന്തം ഭർത്താവ് ഖദ്ദാമയുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഖദ്ദാമയുടെ മുറി പോയിരിക്കുന്നു, ആ ചോദ്യം ചെയ്യാനോ മുട്ടാനോ ഇഷ്യൂ ആക്കാനോ പോകില്ല അവർ. അതാണ് അവിടുത്തെ ഒരു നിയമം. ആ കൾച്ചർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒരു നിയമം ഉള്ള ഒരു രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനെ ജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ആ രാജ്യത്തോട് സംസാരിക്കണം. ഞങ്ങൾ പറഞ്ഞയക്കുന്നത് ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ നിയമവും പ്രകാരം ജീവിച്ചു പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അവളോട് ആ നിയമം അനുസരിച്ച് പെരുമാറാവൂ. അത് വിട്ട് പെരുമാറുന്നവനെ നിങ്ങൾ അത് ഈവിളായിട്ട് അത് കുറ്റമായിട്ട് കണക്കാക്കണം. നിങ്ങൾ അവളോട് അതിക്രമിക്കുന്ന കുറ്റം നിങ്ങളുടെ സംസ്കാരത്തിലും ബോധത്തിലും അത് കുറ്റമാവില്ല. പക്ഷേ ഈ പണിക്കാരുടെ ജീവിതത്തിലും അനുഭവത്തിലും അത് കുറ്റമാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ. ഇനി വേറൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, ലോകത്തിലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അത് കേൾക്കാത്തത്? ഒരു അമേരിക്കൻ പൗരന്മാർ അവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ, അവരുടെ പേരിൽ വരില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയും അറേബ്യയും തമ്മിലുള്ള നിയമം ഇപ്പോഴും അമേരിക്കക്കാർക്ക് താമസിക്കാൻ അവരുടേതായ ഹൗസിംഗ് കോളനികൾ, വലിയ കോമ്പൗണ്ടുകളുണ്ട്. ആ കോമ്പൗണ്ടുകൾക്കകത്ത് സൗദി അറേബ്യയുടെ പൊതു നിയമങ്ങളൊന്നും ബാധകമല്ല. ഇപ്പം ഞാൻ പോയ കാലത്ത് 2000 കാലത്ത് ഞാൻ അറേബ്യയിൽ കണ്ടതാണ്, ഈ സൗദി അറേബ്യയുടെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത കോളനികൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കോളനികൾ, അത് ബ്രിട്ടീഷ് കോളനികളുണ്ട്, അമേരിക്കൻ കോളനികൾ. ഈ കോളനികൾക്കകത്ത് ആ ഗേറ്റ് അങ്ങോട്ട് കടന്നാൽ പ്രത്യേക കോമ്പൗണ്ടാണ്, ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കറുണ്ട്. അതിനകത്ത് ഇതൊന്നും ബാധകമല്ല. അവിടെ നമുക്ക് ഷോർട്സ് ഇട്ടിട്ട് പെൺകുട്ടികൾക്ക് ജോഗ് ചെയ്യാം. പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ലാത്ത കാലത്ത് ഇവർക്ക് സ്വന്തമായി വണ്ടി ഓടിക്കാം. അവിടെ ക്ലബ്ബുണ്ട്, അവിടെ ബാറുണ്ട്, മനസ്സിലായില്ലേ? ഈവൻ അവിടെ വേറെ ട്രേഡ് യൂണിയൻ പോലും ഉണ്ട്. അതും പോസിറ്റീവായ ഒരു കാര്യമാണ്. തൊഴിലാളികൾ സംഘടിക്കാൻ പാടില്ലാത്തൊരു നാട്ടിൽ ട്രേഡ് യൂണിയൻ പോലും ഉണ്ട്. അരാംകോ എന്നൊക്കെ പറഞ്ഞാൽ അറബ് അമേരിക്കൻ ഓയിൽ കമ്പനിയാണ്, അവരാണ്. അപ്പോൾ അവരോട് ഇവർക്കും കടപ്പാടുണ്ട്. അതുകൊണ്ട് അവരുടെ നിയമം ഇവർക്ക് ബാധകമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ അറേബ്യൻ മണ്ണിൽ വെച്ച് ഒരു കുറ്റകൃത്യം ചെയ്താൽ അവന് അമേരിക്കൻ നിയമമാണ് ബാധകം. എൻ്റെ രാജ്യത്തെ പൗരൻ എന്ത് കുറ്റകൃത്യം ചെയ്താലും ആ കുറ്റത്തിന് എൻ്റെ രാജ്യത്തെ നിയമമേ ബാധകാവൂ എന്ന വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റണം. ഇന്ത്യ ഗവൺമെൻറ്റിന് പറ്റുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അത്? സർവോപരി എന്താ കാര്യം ഇതൊന്നും പറ്റാത്തത്, ഇത് ആലോചിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാരണം ഈ നാട് വിട്ടവനെ കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്താ? അവൻ കൊണ്ടുവരുന്ന റിയാലോ ഡോളറോ മതി നമുക്ക്. അതെ, അവൻ്റെ ജീവിതം, അവൻ്റെ വെൽഫെയർ നമുക്കൊരു ഇഷ്യൂ അല്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പണി എന്താ? അവൻ്റെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാൻ പറ്റുമോ? വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ പറ്റുമോ? വെട്ടിമാറ്റുകയാണ് ചെയ്തത്. എന്നിട്ടും അവൻ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. അവനില്ലെങ്കിലും അവൻ്റെ വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്തിനാ വെച്ചാൽ ഒരു മറുപടിയാണത്. നീ വെട്ടിമാറ്റിയാലും ഞാനിവിടെ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രവാസികളായ മനുഷ്യരോട് ഒരു രാജ്യം പെരുമാറേണ്ടത് ഇങ്ങനെയാണോ? പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു സമ്പദ്ഘടന പ്രവാസികളോട് എന്തുമാത്രം കടപ്പെട്ടിട്ടുണ്ട്. ഓരോ കൊല്ലവും വരുന്ന കോടാനുകോടി വിദേശ പണമാണ് എല്ലാ ജാതിയിലും എല്ലാ സമുദായത്തിലും പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പണം, എല്ലാ വൻകരകളിൽ നിന്നും വരുന്ന പണം. അതാണ് നമ്മൾ സമ്പദ്ഘടനയുടെ നട്ടെല്ലെന്നിരിക്കെ ഒരു നിമിഷപ്രിയ ഒരു അബ്ദുറഹീം എങ്ങനെ ഉണ്ടാവുന്നു എന്നതല്ല, ഇനി ഒരിക്കലും നിമിഷപ്രിയമാരോ അബ്ദുറഹീമുമാരോ സംഭവിക്കാൻ പാടില്ല എന്നതിന് രാഷ്ട്രാന്തരീയ തലത്തിൽ ഉണ്ടാവേണ്ട പണികളുണ്ട്. അതിപ്പോൾ ഒന്ന് മോചിപ്പിക്കണേ എന്ന് കണ്ണീരോടെ ഇന്ത്യ ഗവൺമെൻറ്, അന്തസ്സുള്ള ഇന്ത്യ ഗവൺമെൻറ് ഈ യമൻ പോലുള്ള തീവ്രവാദികൾ ഭരിക്കുന്ന, ഊത്തികൾ ഭരിക്കുന്ന ഒരു ഭരണകൂടത്തോട് ലജ്ജിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുന്ന, തീർച്ചയായിട്ടും അതിപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അത് മതിയോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.